ഗൈസ്, വെൽക്കം ടു മിക്സഡ് ബാഗ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു വെറൈറ്റി കണ്ടൻ്റ് ആണ്. നോർമലി എടുക്കുന്ന സ്പീച്ച് വീഡിയോസ് അല്ലാതെ എൻ്റെ ഒരു മെമ്മറബിൾ ജേർണീൻ്റെ ഒരു മിനി വ്ളോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഓർമ്മ ഇൻ്റർനാഷണൽ സ്പീച്ച് കോമ്പറ്റീഷനിലോട്ടുള്ള എൻ്റെ യാത്രയാണ് ഇന്നത്തെ വ്ളോഗ്. സോ ഓർമ്മ സീസൺ 1 മുതൽ തന്നെ ഫിനാലയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ സീസൺ 1 കഴിഞ്ഞു, സീസൺ 2 കഴിഞ്ഞു. ഇതിൽ രണ്ടെണ്ണത്തിലും തേർഡായിരുന്നു. ബൈ ദ വേ, സീസൺ 2ലുള്ള എൻ്റെ ഗ്രാൻഡ് ഫിനാലെ സ്പീച്ചാണ് നിങ്ങളിപ്പോൾ 2 സ്പീഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ സീസൺ 3യും ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു സീസൺ 1, 2 പോലെ ഇങ്ങനെ തള്ളിക്കളയണ്ട, ജസ്റ്റ് ഒരു മിനി വ്ളോഗ് പോലെ എടുക്കാം. അധികം വീഡിയോ ഷോർട്സ് ഇല്ല, എന്നാലും ഉള്ളത് വെച്ചിട്ട് നമ്മളൊരു ചെറിയ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ഇൻ്റർനാഷണൽ സ്പീച്ച് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫിൽട്രേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ടോപ്പ് 30 ആൾക്കാരെ സെലക്ട് ചെയ്യും. അതിൽ നിന്ന് ടോപ്പ് 15. ഈ ടോപ്പ് 15 ആൾക്കാരാണ് ഫിനാലയിലോട്ട്, ഗ്രാൻഡ് ഫിനാലയിൽ മത്സരിക്കുന്നത്. കോമ്പറ്റീഷൻ എപ്പോഴും നടക്കാറുള്ളത് കോട്ടയത്തിലെ പാലായിൽ വെച്ചിട്ടാണ്, അവിടുത്തെ അൽഫോൺസ പാസ്റ്റോറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ ഓഗസ്റ്റ് 8, 9 ഈ സീസൺ 3 നടക്കുന്നത്. സോ നമ്മൾ കോട്ടയത്തിലേക്ക് പോവാണ്. ഒരു 5-5:30 ആയപ്പോൾ കാറിലാണ് പുറപ്പെട്ടത്. നല്ല പാട്ടൊക്കെ കേട്ടിട്ട് റിഫ്രഷായി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ കവീസ് കഫേയിൽ നല്ല ഗീ റോസ്റ്റൊക്കെ തട്ടിയിട്ട് നമ്മളൊരു 11 മണിയായപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ നമുക്ക് മുറിയൊക്കെ കാണിച്ചു തന്നു. ഓർമ്മ സീസൺ 3 ഫിനാലെ പാർട്ടിസിപ്പൻറ്റിൻ്റെ കാർഡൊക്കെ തന്നു. അങ്ങനെ എൻ്റെ റൂം തേടിയുള്ള നടപ്പാണിത്. അങ്ങനെ ഫൈനലി കുറേ തേരാപാര നടന്നതിന് ശേഷം ഫൈനലി ഞാൻ എൻ്റെ റൂം കണ്ടുപിടിച്ചു. അത്യാവശ്യം നല്ല സൗകര്യമുള്ള മുറിയാണ്. സോ എന്തായാലും 12:30 വരെ റീഫ്രഷിങ് ടൈമായിരുന്നു. അതിന് ശേഷം ലഞ്ച് ഉണ്ടായിരുന്നു, ട്രെയിനിങ് സെഷൻസ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ പരസ്പരം പരിചയപ്പെടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. എന്നിട്ട് രാത്രി ഒരു 9:30 ആയപ്പോൾ ഞാൻ എൻ്റെ സ്പീച്ചിൻ്റെ ഫൈനൽ പ്രിപ്പറേഷൻസൊക്കെ ചെയ്തതിന് ശേഷം യാത്രാക്ഷീണം കൊണ്ട് പോത്ത് പോലെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം 6:30 എണീറ്റ് ഒരു 7:30 ഒക്കെ ആകുമ്പോൾ ഇതേ ഔട്ട്ഫിറ്റ് കണ്ടില്ലേ, ഇതൊക്കെ ഇട്ട് റെഡിയായി. അങ്ങനെ നമ്മൾ ഫിനാലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ബഫേ ഹാള്. അതിനുശേഷം നമ്മൾ ഫിനാലയിലോട്ട് കിടക്കുകയാണ്. സ്റ്റേജൊക്കെ ഓൾ സെറ്റാണ്. ഈ സമയത്ത് ടെൻഷനും എക്സൈറ്റ്മെൻറ്റും ഒക്കെ കൂടിയുള്ള ഒരു ഇമോഷൻസ് ഉണ്ടാവില്ലേ, പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഇത്രയും വലിയ സ്റ്റേജിൽ സംസാരിക്കാൻ കിട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ അതെനിക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സോ ഞാൻ ഫിനാലയിൽ പറഞ്ഞ സ്പീച്ച് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ 15 പേരിൽ 11ാമതായിരുന്നു എൻ്റെ ചെസ് നമ്പർ ലെവൽ. സ്പീച്ചൊക്കെ പറഞ്ഞതിന് ശേഷം അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും, 1 മിനിറ്റ് ആൻസറിങ്ങിന്. അങ്ങനെ എല്ലാ സ്പീച്ചസും കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് 2 o'clock വരെ കൾച്ചറൽ ഇവൻറ്റ്സ് ആയിരുന്നു. അതിൻ്റെ കുറച്ച് ഷോർട്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൾച്ചറൽ ഇവൻറ്റ്സ് കഴിഞ്ഞു. 2 o'clock മുതൽ ഒഫീഷ്യൽ ഫംഗ്ഷൻ തുടങ്ങി. അതിന് ശേഷം പ്രൈസ് ഡിക്ലറേഷനൊക്കെ ആയിരുന്നു. പിന്നെ ബാക്കി പറയണ്ടല്ലോ, ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഫോട്ടോ എടുക്കലും, പിന്നെ എന്നെ ഇതുവരെ ട്രെയിൻ ചെയ്ത എല്ലാ ഓർമ്മ മെൻറ്റേഴ്സിൻ്റെ കൂടെ ഫോട്ടോ എടുക്കലും ഒക്കെയായിരുന്നു ബാക്കിയുള്ള സെഷൻ മൊത്തം. ഒരിക്കലും തീരാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡാണ് എനിക്ക് ഓർമ്മ ടീമിനോടുള്ളത്. സോ താങ്ക് യു ഓർമ്മ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി. ഇത് ഞാൻ കുറച്ച് ഓർമ്മ മെൻറ്റേഴ്സിൻ്റെ കൂടെ ഫോട്ടോ എടുത്തതാണ്. ജോർജ് സർ, ബെന്നി കുര്യൻ സർ, സാജി സർ ആൻഡ് ജോസ് തോമസ് സർ. സോ അങ്ങനെ ഇവൻറ്റിന് ശേഷം നമ്മൾ മലബാറിൽ പോയിട്ട് നല്ല ഫുഡൊക്കെ അടിച്ച് വീടൊക്കെ എത്തി സന്തോഷത്തോടെ കിടന്നുറങ്ങി. അപ്പോൾ എല്ലാ യൂട്യൂബ് ചാനൽസും പറയുന്ന പോലെ വ്ളോഗ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.